ഇന്ന് കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്നൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ലോൺ. കാറിന് ലോൺ, വീടിന് ലോൺ, സ്ഥലം വാങ്ങാൻ ലോൺ, കല്യാണം കഴിക്കാൻ ലോൺ, ഡൈവോഴ്സ് നടത്താൻ ലോൺ, ശവസംസ്കാരത്തിന് വരെ ഇന്ന് ലോൺ കിട്ടും. എന്തിന്? ഈ ലോൺ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കാശിന് പോലും ഇന്ന് ലോൺ കിട്ടും. അങ്ങനെ ലോൺ എടുത്ത് കുത്തുപാള എടുത്തൊരു മനുഷ്യൻ്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഹാസ്യരൂപകം. അയ്യോ 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 എൻ്റെ പൊന്നോടെ തമ്പുരാനെ, എനിക്ക് എന്തിനിങ്ങനൊരു ജീവിതം തന്നു. ഒരു ഭർത്താവുണ്ട്, ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തുനിന്നും വായ്പ എടുത്ത് കുടുംബം മുടിക്കാനായിട്ട് ജനിച്ചൊരു ഭർത്താവ്. എൻ്റെ ദൈവമേ, ഇപ്പൊ എങ്ങാണ്ട് കറങ്ങാൻ പോയിരിക്കുക. കറങ്ങി തിരിഞ്ഞങ്ങോട്ട് കയറി വരും, ഇങ്ങോട്ട് പോരട്ടെ ഇന്നത്തെ ദിവസം. അയ്യോ എന്നെ തല്ലുന്നേ. അത് ശരി, ഭർത്താവില്ലാത്ത സമയത്ത് നാട്ടുകാരോട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കണം. എല്ലാവരും വൃത്തികെട്ടവൻ. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ പറയുന്നതാണ് കുഴപ്പം, നിങ്ങളുടെ പ്രവൃത്തിക്കല്ലേ കുഴപ്പം. എന്റെ പ്രവൃത്തിക്ക് എന്തായാലും കുഴപ്പം. നിങ്ങൾ ലോകം മുഴുവൻ നടന്ന് ബാങ്കിൽ കയറി നിരങ്ങി എല്ലായിടത്തും വായ്പ എടുത്ത് കൂട്ടിയില്ലേ? പിന്നെ നിന്നെ രണ്ട് പിള്ളേരെ പിന്നെ ആരും നോക്കി നടത്തോളൂ. പിന്നെ ആര് തിരിച്ചടയ്ക്കും? അടയ്ക്കണ കാര്യം നീ ശ്രദ്ധിക്കണ്ട, എടുക്കണ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു അക്ഷരം വേണ്ടി പോരുത്. നിങ്ങളോട് തേങ്ങ വാങ്ങിച്ചോണ്ട് വന്ന മനുഷ്യ ശാന്തേ, ഒരവത്തോ ഇത് പോലീസുകാരനും പറ്റും. തേങ്ങ അല്ലേ പ്രശ്നം, ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ ഒരു കാര്യം, തേങ്ങ എന്ന് പറഞ്ഞാല് ഈ മുഴുപ്പ് വേണോ അതെ ഈ മുഴുപ്പ് വേണം? മുഴുപ്പ് ഈ മുഴുപ്പ് തന്നെ വേണം. പക്ഷേ ഇതുപോലെ ആകരുത്, അതിനകത്ത് വല്ലതൊക്കെ ഉണ്ടാവണം. പിന്നെ ഇന്ന് ഞാൻ ശരിയാക്കോടി. നിങ്ങളൊരു അക്ഷരം വേണ്ടത്. ഇന്ന് നിങ്ങൾ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെന്താണ്, നീ വീട്ടിൽ പോയാണ്? അയ്യോ അതല്ല, ഇന്ന് ഇങ്ങോട്ട് ഉപദേശിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് നിങ്ങൾ ഉപദേശിച്ച് നേരെയാക്കും. എന്നെ ഉപദേശിച്ച് ശരിയാക്കും. ഉപദേശിച്ച് എത്ര മണിക്കാണ് ഇവിടെ വരണത്? 11 മണിക്ക്. 11 മണിക്ക്? അപ്പൊ അതുവരെ എനിക്ക് ഇടിക്കാല്ല. മതിരി മതിരി. അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേ. മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. പ്രൈസ് ലോർഡ് കർത്താവേ, പ്രൈസ് ലോർഡ് കർത്താവേ. പാവപ്പെട്ട അനാഥനായ ഒരു കുട്ടിയെ അവനെടുത്ത് വളർത്തിയട്ടെ. പാവപ്പെട്ട ഒരു തിരുമേനി എടുത്ത് വളർത്തിയട്ടെ, പോറ്റി വളർത്തിയട്ടെ. ആ കുട്ടി വളർന്നു വലുതായി, അവൻ വലിയവനായി കഴിഞ്ഞപ്പോഴേ അവനോട് മത്സരിക്കുന്നു, അപ്പനോട് മത്സരിക്കുന്നു. ഇത് നീചമല്ലേ? പ്രൈസ് ലോർഡ്. പത്രോസേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഭവനത്തിൽ എന്താണ് നടക്കുന്നത്? ഇതാണ് ഈ ഭവനത്തിൽ നടക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ വന്നാണോ ഉണ്ടാക്കാൻ വന്നതാണോ? ശാന്തമ്മേ വിഷമിക്കട്ടെ, ശാന്തമ്മ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ. കർത്താവേ, ശാന്തമ്മയുടെ എല്ലാ പ്രശ്നങ്ങളിലും മറുപടി വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന പത്രോസിന്റെ വചനങ്ങൾ പാടി കേൾപ്പിക്കണം, വചനങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. ഗ്ലോറി ഗ്ലോറി. നീ പാറയാകുന്നു. എന്നാ വെടിമരുന്ന് വെച്ച് എന്നെ കണ്ട് പൊട്ടിക്ക്. കർത്താവെ അറിയുന്നു, അവൻ ചിന്തിക്കുന്നില്ല, അവൻ പറയുന്നില്ല, അവൻ കേൾക്കുന്നില്ല, അവനെല്ലാം അറിയുന്നു. വചനങ്ങൾ പ്രകാരം നിന്നെ ജീവിപ്പിക്കാൻ പോവുകയാണ്. വചനങ്ങൾ വായിക്കുക. അവർ തോറ്റു മടങ്ങി. കാരണം ഐക്യമില്ലായ്മ. കർത്താവെ, ഐക്യമില്ല. അവൻ തിരിച്ചു വരുന്നു, അവൻ വരുന്നു. എന്റെ ഉപദേശം ആര് വരുന്ന കാര്യം? എടി ശ്രീശാന്ത് ടെസ്റ്റ് ക്രിക്കറ്റ് തോറ്റത് തിരിച്ചു വന്നെന്ന്. പത്രം വായിക്കാതെ ബൈബിൾ വായിക്കണം. ഞാനല്ലാതെ നിനക്ക് വേറെ ദൈവമില്ല. ഉപദേശം മാറിക്കേ, ഇവനാണ് ദൈവം. തെളിയാതെ ദൈവം നിൽക്കണ്ടേ ഡോളം നോക്കി പൊക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതെ, ഈ അയൽക്കാരൻ എന്നുള്ളത് അയൽക്കാരിൽ നിന്ന് ആക്കി തരാൻ പറ്റുമോ? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് സാത്താനെ. അനിയന്റെ ഭാര്യയെ മോഹിക്കാവോ? വചനങ്ങളെ കയറുന്നുണ്ട്. ആ 17-18 ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 17-18 ഒന്ന് വായിക്കണം. അങ്ങനെ കർത്താവേ, ഞാനൊന്ന് ചിന്തിക്കുകയാണ്, ഞാനൊന്ന് ആലോചിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എത്ര നല്ലവനാണ്, എത്ര സുന്ദരനാണ് അവൻ. പണമുള്ളവൻ പുട്ട തിന്നമ്പട്, പണമില്ലാത്തവൻ മടി കാരണം അവൻ പൊട്ടി വാരി തിന്നു കുഞ്ഞാടെ. മത്തായിയുടെ 14-15 എടുത്ത് നോക്ക്. ഉപദേശി 12-13 ഞാൻ പറയാം. മനസ്സിലായില്ല? എന്റെ പൊന്നു തിരുവചനത്തിന്റെ കാര്യം പറഞ്ഞത്. കൈവിട്ടു പോകും.
പത്രത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ച് വെക്കുന്നില്ല. നിർത്തുപദേശി ഇതുങ്ങളൊന്നും കല്യാണം കഴിക്കില്ല, പിള്ളേരും ഉണ്ടാവില്ല, ബാങ്കിൽ നിന്നൊന്നും ലോൺ എടുക്കണില്ല. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, സ്വർഗത്തിൽ. ആര് പറഞ്ഞു? എന്നിട്ട് ഞങ്ങളെ വിവാഹം നടന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചാണല്ലോ. പത്രത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണ്. ഇവക്കടെ അന്യത്തിലെ കല്യാണത്തിന് ഞാൻ ഇത്തിരി വെള്ളം വീഞ്ഞാക്കിയിട്ട് 14 ദിവസം റിമാൻഡിൽ കിടന്നു. അറിയാമോ? കർത്താവേ, എന്റെ കൺട്രോൾ തരും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വചനങ്ങൾ വായിക്കുവിൻ. വചനങ്ങൾ വായിക്കാൻ എന്റെ കൈകൾ കിട്ടുന്നു, എനിക്ക് നീണ്ടിരിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കർത്താവേ, മരം വെട്ടുകാരൻ. എന്റെ അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് 2 വെട്ടിന് 2 തുണ്ടമാക്കി ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. ലേലം 3 പേരും കൂടെ എത്ര പ്രാവശ്യം കണ്ടു? 3 പ്രാവശ്യം. 3 പ്രാവശ്യം. വാടാക്കിട്ട് ഇവിടെ വരാ. വേണ്ട, എന്നെ ഇടിക്കണ്ട. ഇങ്ങോട്ട് വരാ. അല്ലേ ഞാൻ അമ്മയെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നീ വാ. ഈ പഞ്ചായത്ത് വചനമായിട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഉപദേശിക്കാൻ വിളിച്ചിട്ട് വന്നേക്കണത്. ആണോടി? ഞാൻ അറിഞ്ഞിട്ടാണോ? ഇന്നല്ലാതെ നീയല്ലേ അതുങ്ങളൊക്കെ വിളിച്ചത്? അപ്പുറത്തെ ലീലാമ്മയുടെ വീട്ടിൽ ഉപദേശം പറയട്ടെ. മനുഷ്യൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താടി? ഇനി ഏതെങ്കിലും ബാങ്കിൽ കയറി ലോൺ എടുത്തെന്ന് ഞാനോ എന്റെ മക്കളോ അറിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ കെട്ടിത്തൂങ്ങും. ആ കെട്ടിത്തൂങ്ങാൻ കാരണമുള്ള ലോൺ എടുക്കാൻ വേണ്ട, നിങ്ങൾ തങ്ങളുടെ കിഡ്നി വിൽക്കാൻ ആ കാശ് ഒപ്പിച്ചോളാം. കിഡ്നി വിൽക്കാൻ ഇപ്പൊ ലോൺ കിട്ടും. ദൈവമേ, വാതുറന്ന വായ്പണകാരി മാത്രമേ ഇത് ഞാൻ പറയാനുള്ളൂ. എക്സ്ക്യൂസ് മീ. ഈ മടത്തിപ്പറമ്പിൽ പത്രോസ്, അത് ഞാനാണല്ലോ. പത്രോസ് ആണോ? അതെ. ഞാനാരെന്ന് മനസ്സിലായി? ഇല്ല. ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർ പീതാംബരൻ. ആരെങ്കിലും ആവട്ടെ. ആരെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു. നിങ്ങളുടെ ബാങ്കിൽ നിന്നല്ല, കേരളത്തിലെ മിക്ക ബാങ്കിൽ നിന്ന് ഞാൻ പലിശക്ക് ലോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചടച്ചോ? താല്പര്യമില്ല. താല്പര്യമില്ല. പൈസ എടുക്കും, തിരിച്ചടക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സന്തോഷം. സന്തോഷം. അതായത് എന്താന്ന് മനസ്സിലായി ഞങ്ങളുടെ ജപ്തി നടപടി? ഇപ്പൊ നിങ്ങളൊരു കാറിനാണ് ലോൺ എടുത്തെങ്കിൽ ആ കാർ ഞങ്ങൾ കൊണ്ടുപോകും. വീടിനാ ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും. പൊളിച്ചിട്ട് പോക്കോന്നേ. ഇപ്പൊ സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരിക്കൊണ്ട് പോകും. സന്തോഷം. ആ ശരി. താൻ എന്തിനു വേണ്ടിയാ ലോൺ എടുത്തേക്കണത്? ഞാൻ ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി ലോൺ എടുത്തതാ. അപ്പൊ ഞങ്ങൾ ഭാര്യനെ ജപ്തി ചെയ്തോണ്ട് പോകും. ആ ബാങ്കിന്റെ നിയമം തന്നെ. ഭാര്യയെ ഞങ്ങൾ ജപ്തി ചെയ്തോണ്ട് പോകും. സ്ത്രീകളെയൊക്കെ ജപ്തി ചെയ്യാൻ നിയമമുണ്ട് ഉണ്ടല്ലേ? മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വായ്പ എടുത്ത് എനിക്കുണ്ടായ ഗതികേട് കണ്ടല്ലോ. അന്തമേ നീ എന്താണ്? ഞാൻ പുള്ളിയോട് സംസാരിച്ചു നോക്കട്ടെ. അല്ല, ഒന്നും പറയണ്ട. ഭാര്യയെ ജപ്തി ചെയ്തോണ്ട് പോകും. അല്ല, ഞാൻ ചോദിക്കട്ടെ. ചോദിച്ചോ. ഈ ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും നൂലാമല അഡ്ജസ്റ്റ്മെന്റ്? ജപ്തി നടപടി ഒഴിവാക്കാനായിട്ടൊരു പണി എന്താ ഉള്ളതെന്ന് വെച്ചാൽ പലിശയും കൂട്ടുപലിശ അടക്കണം. പലിശയും കൂട്ടുപലിശ അടിച്ചാൽ മതി. കുഴപ്പമില്ല. എടി ശാന്തമ്മേ, പലിശയും കൂട്ടുപലിശ അടിച്ചാൽ മതി എന്നാ പറഞ്ഞ. ഇപ്പൊ വഴി ഉണ്ടാക്കാം. അനീഷേ, വിനീഷേ, ഓടി വാ. ഇത് പലിശ, ഇത് കൂട്ടുപലിശ. ഇത് കൂട്ടുപലിശ. അപ്പൊ മുതലിവിടെ നിൽക്കട്ടെന്ന്. മുതലിവിടെ നിൽക്കുന്നിടത്തോളം കാലം വർഷം പലിശ കൃത്യമായിട്ട് അങ്ങോട്ട് അടച്ചോളാം. റിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി. നമസ്കാരം സതീഷ്. സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? വിജയരാഘവൻ. മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ. ഓക്കെ. 3 നേരം കൊന്നെത്തിച്ച് പള്ളിമേടിന്റെ കാലയത്തിലാണെങ്കിലേ നിനക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകണ്ഠന പടുമരത്തെ കത്തി തേപ്പിക്കും. നടയച്ച കൊല്ലണ്ട. താങ്ക് യു. അടുത്തായിട്ട് വടിവേലു. തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലു. സൂപ്പർ. അടുത്തായിട്ട് കലാശാല ബാബു. മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ കലാശാല ബാബു. ജോസേ, പാട്ടി തേണ്ടി കടവറ മോനെ, നിനക്ക് എത്ര നീണ്ടാ? 1 ലക്ഷമില്ല, 10 ലക്ഷം. പലിശയും അതിന്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാക്കും. എൻ്റെ അടുത്ത കളി വളരെ നന്നായി. അടുത്തായിട്ട് കൊച്ചുപ്രേമൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ കൊച്ചുപ്രേമൻ.
എനിക്ക് പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ഏക്കറത്തിന്റെ കള്ളും പുറത്തും കോഴിയും പേടിക്കാൻ ജപ്പിലെന്ന് കഴിയിടൂ. ഈയിടെ മദ്രാശി പിടിക്കിട്ടു, ഈയിടെ പെണ്ണിനെ പിടിക്കാൻ തൊട്ടോ തൊട്ടില്ല തൊട്ടോ അയ്യാ. ഞാൻ ഇത് കൂത്താട്ടുകളല്ല. കൂത്താട്ടുകുളത്തുള്ളതാണ്. എന്താ വന്നത്? സുഖു എന്താ വന്നത്? മിമിക്രി. മിമിക്രി ആണല്ലോ സതീഷ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുറ്റു മിമിക്രിയില്ല. ഞാനെന്ത് മിമിക്രിയാ? ഞാൻ മറ്റേ ട്രെയിനിന്റെ സൗണ്ട്. ഓ, ട്രെയിനിന്റെ ശബ്ദമൊക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ? എന്റെ ഏട്ടാ ഒന്ന് കേട്ടു നോക്കിയാ. ട്രെയിനിന്റെ ശബ്ദം. ഓക്കെ, സുഖു കൂത്താട്ടുകുളം ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കണം. നോക്കാം. കയ്യാ പിടിക്കുന്നത്. മതി. ഇതൊക്കെ സാധാരണ കൊച്ചു പിള്ളേര് വരെ അവതരിപ്പിക്കുന്ന സാധനമാണ്. അല്ല, ഇതിന് വെറൈറ്റി ഉണ്ടായിരുന്നു. ട്രെയിനിന്റെ വെറൈറ്റി എന്താ? ഈ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. പ്രിയമുള്ളവരെ, ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്ന് വരെ എടുക്കാത്ത ഒരു ശബ്ദമാണ്. അതെ. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നു. അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. ഭഗവാനെ രക്ഷിക്കണേ. ഇതാണ് ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത്. വേറെ ഉണ്ട്. വേറെന്താ? കുതിരയോ? മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാൻ ആദ്യം കുതിര എടുത്തു നോക്കാം. ഓക്കെ, പല്ലൊക്കെ താഴെ പോകും. ഇതാണോ കുതിര? വെറൈറ്റി ഉണ്ട്. കുതിരയുടെ വെറൈറ്റി എന്താണത്? ഈ കുതിര ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. പ്രിയമുള്ളവരെ, കുതിര ഗുഹയ്ക്കകത്തൂടി പോകുന്നത് ആരും അവതരിപ്പിച്ചിട്ടില്ല. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കുതിര ഗുഹയ്ക്കകത്തൂടി പോകുന്നു. അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. ഓക്കെ, സതീഷ് അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത്? ടി.എസ്. രാജു ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് മുതലാളിയെ അവതരിപ്പിച്ച ടി.എസ്. രാജു. വിലാസനെ, നീയാണോ എൻ്റെ പോക്കറ്റിൽ പീടിയെടുത്തത്? സത്യം പറയണം, സത്യമേ പറയാവോ ബാബു. ഷോ മസ്റ്റ് ഗോ. ഓക്കെ, നന്നായി. അടുത്തതായിട്ട് കമലഹാസൻ. ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം കമലഹാസൻ. எல்லாம் சிவமை மனக்கு நாடு பை மனக்கு காடு பை மனக்கு கூடு பை மனக்கு குளம் பை மனக்கு நன்று கண்டாலும் பை மனக்கு புச்சென்று கண்டாலும் பை மனக்கு கடிக்கின நாயும் பூனை என்று இழையும் பை மனக்கு. சில வேலை வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா? அதுக்கு அந்த 10,000 ரூபா தேவை. என் உலகத்தில் சக்தியம் நீடி நாயம் என்ன எனக்கு நாடு இல்லை, நாடு இல்லை. சொந்த புள்ளவளை கொலைச்சி பண்ணி அப்படியல்ல நீ. தேங்க்யூ வெரி மச். ഓക്കെ, അടുത്തതായിട്ട് വിവേക്. തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பு என்ன வார்த்தை கேட்டால் தமிழ்நாடு கூந்தலிக்கும். ராமன் கருப்பு, லட்சண கருப்பு, அம்பகும்பி அம்பகம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார், കാക്ക ബിരിയാണിയാ? കക്കവാ. സൂപ്പർ. അടുത്തതായിട്ട് ഞാനൊരു നടനെ. താൻ എഴുന്നേറ്റ് ചെയ്യാൻ പോണത്? അതിനിത്ര ചിരിക്കാൻ എന്തുള്ളത്? ഒന്ന് കേട്ടോ നോക്കെ. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ കഥാ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവയിലുപരി നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. എടാ, എനിക്ക് തൃപ്തിയാണ് കൂട്ടാ. എടാ, എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ ദണ്ഡ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലടാ. എടാ, എനിക്കൊന്ന് സിനിമയില്ല, എനിക്ക് സീരിയലില്ല, എനിക്കിപ്പോൾ ഒന്നുമില്ല. എന്നെ എല്ലാവരും മറന്നു കൂട്ടാ. ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ല. ഇതിന്റെ വെറൈറ്റി ഉണ്ട്. ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി, വെടിക്കെട്ട് വെറൈറ്റി. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി അവതരിപ്പിച്ചിട്ടില്ല. എന്താ ഈ വെറൈറ്റി? പുള്ളിക്ക് സിനിമാ സീരിയൽ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ പുള്ളിയെ ഒരു ഗുഹയ്ക്കകത്ത് വിടട്ടെ. അടുത്താണ് സതീഷ്. വിജയ്. തമിഴ് സിനിമയുടെ ചിന്ന തളപതി വിജയ്. லேவ்ன்றது காலேஜ் லைப்ரரி படிக்கிற புக்கு மாதிரி இது யாருக்கு வேணாம் படிக்கிறான். இது கிள்ளனத்தை பற்றி எங்கள் வீட்டிற்கு தெரியலடா. ஏங்க வைக்கிறேன்? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சாரா வெடி. സൂപ്പർ. അടുത്തായിട്ട് അയ്യപ്പ ബൈച്ചു. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ അയ്യപ്പ ബൈജു പുന്നപ്ര പ്രശാന്ത്. വഴിയരികിലും പതിതനായി ചീറ്റ് നിൽക്കും ബൈജു. അടികിട്ടിയ ലോഡ് കുള്ളി
കിടന്നുറങ്ങും ബൈജു അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു. മൈ നെയിം മിസ് ബൈജു. എൻ്റെ പേര് ബൈജു കേട്ടോ. എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും. ഡെയിലി ഞാനടിക്കും. കൊച്ചു പയ്യന കേട്ടോ. ഓക്കെ അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയെ അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിക്ക് സജീവ് അങ്കമാലി. കണ്ടം സെല്ലി കിടക്കുന്ന ലൈലപ്പള്ള അതിനകൾക്ക് വീട് എത്തിച്ചു കൊടുക്കല് ഞാനും മുയ്യാരും വലിയ അമ്പും പിന്നെ കണമ്പും കണ്ണാൻ്റെ മൂടിയ അതൊരു സൂത്രപ്പണിയ. ഓട്ടുവിൽ വാർത്ത മണം പിടിച്ച് കള്ളി കടിച്ചെത്തായപ്പോ 3 പേർക്കും പച്ചവെള്ളം കൊടുക്കണ്ടെന്ന് സായിപ്പിൻ്റെ കൽപ്പന. ബാക്കി ശിക്ഷ കോയമ്പത്തൂര. അപ്പൻ്റെ പെൻഷൻ്റെ കാര്യം. താങ്ക് യു സജീവ്, താങ്ക് യു. അടുത്തതായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത്? ജാഫർ. 8 സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖയെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി. പടച്ചോനെ, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടാ ഞാനിവിടെ വന്നു നോക്കണേ. എന്നാ ഓറഞ്ച് 5, 2, 10, 35. ഓറഞ്ചോ ഇരിക്കുന്ന പ്രാതാണ്. മാറി പൊളിയമ്മ തലല്ലേ പോകണില്ല.